ഹായ് ഓൾ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മുടെ ഓണം സീരീസിലെ 6ാമത്തെ വീഡിയോ ആണ്. ഇതിൽ 2 റെസിപ്പീസാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്, ഓലനും കാളനും. അതിനായിട്ട് 1 കപ്പോളം കുമ്പളങ്ങ എടുത്തിട്ടുണ്ട്, 2 പച്ചമുളകും ഉപ്പും ആവശ്യത്തിന് വെള്ളവും ചേർത്തൊന്ന് വേവിച്ചെടുക്കാം. വെന്ത് വന്ന കുമ്പളങ്ങയിലേക്ക് 1/2 കപ്പോളം വൻപയർ വേവിച്ച് വെച്ചതും 2ാം പാല് 1 കപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കുറച്ച് നേരം ഒന്ന് അടച്ചു വെച്ച് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. ഇത് നന്നായിട്ടൊന്ന് തിളച്ചു വന്ന ശേഷം 1/2 കപ്പോളം നല്ല കട്ടിയുള്ള 1ാം പാലാണ് ചേർത്ത് കൊടുത്തത്. 1ാം പാല് ചേർത്ത് കൊടുത്ത ശേഷം സ്റ്റൗ ഓഫ് ചെയ്യുക. പിന്നെ തിളയ്ക്കാൻ പാടില്ല. ചട്ടിയുടെ ചൂടിൽ അതായിക്കോളും. ഇനി അവസാനമായിട്ട് ഇതിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് നമുക്കൊന്ന് അടച്ചു വെച്ചാൽ നമ്മുടെ ഓലൻ തയ്യാറാണ്. അടുത്ത റെസിപ്പി കാളനാണ്. അതിനായിട്ട് 1 കപ്പ് ചേന അരിഞ്ഞതെടുത്തിട്ടുണ്ട്, 1 കപ്പ് തന്നെ പച്ചക്കായ എടുത്തിട്ടുണ്ട്, 2 പച്ചമുളകും ആവശ്യത്തിന് ഉപ്പും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 കപ്പോളം വെള്ളവും ചേർത്ത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. കാളൻ്റെ കഷ്ണങ്ങൾ വേകുന്ന സമയം കൊണ്ട് നമുക്കിതിൻ്റെ അരപ്പൊന്ന് തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് 1 കപ്പ് തേങ്ങയിലേക്ക് 1 ടീസ്പൂൺ ജീരകം, 1 ടീസ്പൂൺ കുരുമുളകും 1 പച്ചമുളകും ഇവ ചേർത്ത് അവിയലിൻ്റെ പരുവത്തിനെക്കാട്ടിലും കുറച്ചുകൂടെ ഒന്ന് നൈസായിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് അരച്ചെടുത്തിരിക്കുന്നത്. കഷ്ണങ്ങളെല്ലാം വെന്ത് വന്നിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില ഞാൻ ചേർത്തിട്ടുണ്ടായിരുന്നു, വീഡിയോയിൽ അത് മിസ്സായി പോയി. ഇനി നമുക്ക് അരച്ചു വെച്ചിരിക്കുന്ന കൂട്ട് ഈ വെന്ത കഷ്ണങ്ങളിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി ഉടച്ച് കൊടുക്കാം. അരപ്പൊന്ന് വേകാനായിട്ട് ഒരു 10 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചൊന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 1 കപ്പ് കട്ടയായിട്ടുള്ള തൈരാണ് ചേർത്ത് കൊടുക്കുന്നത്. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇനി കാളനിലേക്കുള്ള കടുക് താളിച്ചെടുക്കാം. 2 ടീസ്പൂൺ വെളിച്ചെണ്ണയിലേക്ക് 1 ടീസ്പൂൺ കടുക്, 1 ടീസ്പൂണോളം ചെറിയ ഉള്ളി അരിഞ്ഞതും 2 വറ്റൽമുളകും ആവശ്യത്തിന് കറിവേപ്പിലയും ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ച് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇന്നത്തെ 2 റെസിപ്പീസും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഈ പ്രാവശ്യത്തെ ഓണത്തിന്. താങ്ക്സ് ഫോർ വാച്ചിങ്.